ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. 2025 ജനുവരി സെക്ഷനിലേക്കുള്ള ഇഗ്നോയുടെ റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. റീ രജിസ്ട്രേഷൻ തുടങ്ങിയത് ഡിസംബർ 2 തീയതി തൊട്ടാണ് കേട്ടോ. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു റീ രജിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്യേണ്ടത്, എന്താണ് ഈ ഒരു റീ രജിസ്ട്രേഷൻ, ഈ ഒരു രജിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസംബർ 2 തീയതിയാണ് റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജനുവരി 15 തീയതി വരെയാണ് എന്നാണ് സൈറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാ തവണത്തെ പോലെ എക്സ്റ്റൻഷൻ കിട്ടുമായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് റീ രജിസ്ട്രേഷൻ? നിങ്ങൾ അഡ്മിഷൻ എടുത്ത ടൈമിൽ ഫസ്റ്റ് ഇയറിലേക്കുള്ളത് അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിലേക്കുള്ള ഫീ മാത്രമായിരിക്കും ചിലപ്പോൾ അടച്ചിട്ടുണ്ടാവുക അല്ലെ. അപ്പോൾ അടുത്ത ഇയറിലേക്ക് അല്ലെങ്കിൽ അടുത്ത സെമ്മിലേക്ക് ഫീ അടച്ച് അഡ്മിഷൻ പുതുക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് റീ രജിസ്ട്രേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കാണ് ഈ ഒരു റീ രജിസ്ട്രേഷൻ ഈ ഒരു ജനുവരി 2025 സെക്ഷനിൽ ചെയ്യേണ്ടത്? ഫസ്റ്റ് കാറ്റഗറി 2024 ജൂലൈ സെക്ഷനിൽ നിങ്ങൾ സെം വൈസ് കോഴ്സിനാണ് അല്ലെങ്കിൽ സെം വൈസ് പ്രോഗ്രാമിനാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സെമ്മിലേക്കുള്ള ഫീ അടയ്ക്കേണ്ട ടൈം ആയിട്ടുണ്ട്. സെം വൈസ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? MBA, MCA അല്ലെങ്കിൽ BCA, ഇതെല്ലാം സെം വൈസ് കോഴ്സുകളാണ്. ഓക്കെ, അപ്പോൾ സെം വൈസ് പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, MCOM കോഴ്സ് ആക്ച്വലി ഒരു സെമസ്റ്റർ വൈസ് പ്രോഗ്രാം ആണ്. പക്ഷേ MCOM സ്റ്റുഡൻസ് അഡ്മിഷൻ ടൈമിൽ ഒരു വർഷത്തേക്കുള്ള ഫീ ഓൾറെഡി അടച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ഫീ അടച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ 6 മാസത്തെ ഫീ ആണ് ജൂലൈയിൽ അടച്ചെങ്കിൽ അടുത്ത സെമ്മിൽ ഫീ അടക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് കാറ്റഗറി ആരാണ് വരുന്നത്? ജനുവരി 2024 സെക്ഷനിൽ ഇയർ വൈസ് കോഴ്സ് എടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് ഇപ്പോൾ സെക്കൻഡ് ഇയറിലേക്കുള്ള ഫീ അടക്കേണ്ടതാണ്. ഇയർ വൈസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? MA ഇംഗ്ലീഷ്, BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ BCom, BA സോഷ്യോളജി, ഇതെല്ലാം ഇയർ വൈസ് കോഴ്സുകളാണ് അല്ലേ. അപ്പോൾ അവർക്കിപ്പോൾ ഫീ അടച്ച് ഒരു വർഷം ആയിട്ടുണ്ട്. അപ്പോൾ ജനുവരി 2024 ഇയർ വൈസ് എടുത്ത സ്റ്റുഡൻസ് സെക്കൻഡ് ഇയറിൽ ഫീ അടക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി തേർഡ് കാറ്റഗറി ആരാണ് വരുന്നത്? കഴിഞ്ഞു പോയ റീ രജിസ്ട്രേഷൻ ആയിരുന്നു ആക്ച്വലി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ എന്തെങ്കിലും സാഹചര്യത്താൽ മുമ്പുള്ള റീ രജിസ്ട്രേഷൻ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഇപ്പോൾ ഫീ അടയ്ക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനാണ് ഇപ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ കഴിഞ്ഞ തവണ അല്ല, നിങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും ആണ് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഫീ അപ്പോൾ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഇപ്പോൾ ഫീ അടച്ച് അഡ്മിഷൻ പുതുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ചിലർ ചോദിക്കും, ഞാനിപ്പോൾ ഈ കഴിയുന്ന ഡിസംബർ എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ല, ഞാൻ അടുത്ത ഇനി 6 മാസം കഴിഞ്ഞ് വരുന്ന എക്സാം ആണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെ ഇനി ഞാൻ റീ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ എപ്പോഴാണ് ചെയ്യാൻ സാധിക്കാന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇഗ്നോയിൽ ഒരു വർഷം 2 തവണയാണ് ഇൻടേക്ക് ഉള്ളത്. അഡ്മിഷൻ എപ്പോഴൊക്കെയാണ് ഉള്ളത്? ജനുവരിയിലുണ്ട്, ഓൾസോ ജൂലൈ സെക്ഷനിലും ഉണ്ട്. അതേ സെയിം ടൈമിൽ തന്നെയാണ് ഇഗ്നോയിൽ റീ രജിസ്ട്രേഷൻ നടക്കുന്നത്. അതായത് ജനുവരി സെക്ഷനിലും ജൂലൈ സെക്ഷനിലും റീ രജിസ്ട്രേഷൻ നടക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു ജനുവരി 2025 സെക്ഷനിലെ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് വരുന്ന ജൂലൈ 2025 സെക്ഷനിൽ റീ രജിസ്ട്രേഷൻ ചെയ്ത് അഡ്മിഷൻ പുതുക്കാവുന്നതാണ്. അപ്പോൾ അതിന് അവിടെ വേറെ പ്രൊസീജിയർ ഒന്നും വരുന്നില്ല, എക്സ്ട്രാ ഫീ ഒന്നും അടക്കേണ്ടി വരുന്നില്ല. നോർമലി നിങ്ങൾ സെക്കൻഡ് സെം അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൽ അടയ്ക്കുന്ന ഫീ തന്നെയാണ് അടയ്ക്കേണ്ടത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് എത്രത്തോളം ലേറ്റ് ആവുന്നോ അത്രത്തോളം നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആവാനും സമയമെടുക്കും. അതായത് ഈ ഒരു ഡിസംബർ 2025 നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യാതെ അടുത്ത 6 മാസം കഴിഞ്ഞാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ കോഴ്സ് കഴിയാൻ അതുപോലെ 6 മാസത്തെ താമസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം കറക്റ്റ് ടൈമിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ എക്സാം എഴുതിയാലും ഇല്ലെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് കോഴ്സ് 6 മാസം കഴിഞ്ഞ് ആ ഒരു ഡ്യൂറേഷൻ കൂടുതലായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും കുഴപ്പമില്ല എങ്കിൽ അടുത്ത തവണ റീ രജിസ്ട്രേഷൻ ചെയ്താലും മതി. എങ്കിലും നമ്മളത് സജസ്റ്റ് ചെയ്യുന്നില്ല, കറക്റ്റ് ടൈമിൽ തന്നെ റീ രജിസ്ട്രേഷൻ ചെയ്തു പോവുക കേട്ടോ. ഇനി എത്രയാണ് റീ രജിസ്ട്രേഷന്റെ ഫീ വരുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ ഫസ്റ്റ് ഇയറിലെ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിലേക്ക് ഒരു ഫീ അടച്ചിട്ടുണ്ടാവുമല്ലോ, ഏകദേശം അത്രത്തോളം ഫീ തന്നെ ഈ ഒരു റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിലും അടയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. അതിൽ നിന്നൊരു 500-1000 രൂപയുടെ വേരിയേഷൻ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ ഫീ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായല്ലോ. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 15th ആണ്. അപ്പോൾ എല്ലാ തവണയും ഒരു ഫെബ്രുവരി ഒക്കെ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാവരും കറക്റ്റ് ടൈമിൽ റീ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഫോടെക്ക് റീ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ട്രബിൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റീ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നതിന് നമ്മുടെ സർവീസ് ചാർജ് വരുന്നത് 100 rupees ആണ് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആണ്, എന്ത് സർവീസ് ആണ് വേണ്ടതെന്ന് കറക്റ്റ് നോട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം വൈസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിനും സെയിം നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.